നമ്മളിൽ പലർക്കുമുള്ള ശീലം ഏതെങ്കിലും ചെടിയുടെ ഇലയോ പൂവോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നാം അറിയാതെ തന്നെ അത് അല്പം നുള്ളിയെടുത്ത് വായിലിട്ട് ചവയ്ക്കുക. കവർപ്പാണെങ്കിൽ തുപ്പിക്കളയുക, മധുരമാണെങ്കിൽ ഇറക്കുക. ഈ ശീലം മാറ്റേണ്ടിയിരിക്കുന്നു. അരളിപ്പൂ കഴിച്ച് അകാലത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ സൂര്യ സുരേന്ദ്രൻ്റെ ആത്മാവിന് മുമ്പിൽ പ്രണമിച്ചുകൊണ്ട് ഈ ചെറിയ സംഭാഷണം ഇവിടെ ആരംഭിക്കാം. അരളിപ്പൂ, അരളിച്ചെടി നോർത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു കുറ്റിച്ചെടിയാണ്. നീരിയം ഒലിയാൻഡർ എന്നതാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. ഇത് ഒരു നിത്യഹരിത സസ്യമാണ്. ഏകദേശം 3 മീറ്റർ വരെ പൊക്കം ഉണ്ടാകാം. തൊലിക്ക് ചാരനിറം, പച്ച നിറത്തിൽ ദീർഘചതുരാകൃതിയിലുള്ള ഇലകൾ, കറ വെളുത്ത നിറമുള്ളതാണ്. 5 ദളങ്ങൾ വീതമുള്ള പൂക്കളാണ് ഉണ്ടാകുക. മഞ്ഞ, ചുവപ്പ്, വെളുപ്പ്, കൃഷ്ണനിറത്തിലുള്ള വ്യത്യസ്തങ്ങളായ പൂക്കളോട് കൂടിയ അരളിച്ചെടികൾ ഭാരതത്തിൽ എമ്പാടും കാണാം. അരളി മാരകമായ വിഷമുള്ള ഒരു ചെടിയാണ്. അതിൻ്റെ ഇലയ്ക്കും ത്വക്കിനും പൂവിനും ഒക്കെ തന്നെ മാരകമായ വിഷമുണ്ട്. ഡിജിറ്റാലിസ് ഗ്ലൈക്കോസൈഡ് എന്ന പദാർത്ഥമാണ് വിഷാംശത്തിന് കാരണം. അരളി ചെടിയും അതിലെ ഇലയുടെ നീര് ഇടിച്ചു പിഴിഞ്ഞ് ആ നീര് ഡയലൂട്ട് ചെയ്ത് തളിച്ചു കഴിഞ്ഞാൽ കായ്ച്ച ഇലതീനിപ്പുഴു, തണ്ടുതുരപ്പൻ എന്നിവ നശിച്ചു പോകുന്നു. ഏലക്ക കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ലായനി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇലതീനിപ്പുഴു നശിച്ചു പോകുന്നു എന്ന് കണ്ടിട്ടുണ്ട്. അരളിയുടെ വേര്, പൂവ് ഇവ അരച്ച് കൊഴുമ്പ് രൂപത്തിലാക്കി മരച്ചീനികൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇട്ട് കഴിഞ്ഞാൽ മാരകമായ എലിവിഷത്തിന് തുല്യമായി എലികൾ കൂട്ടത്തോടെ ചത്തുപോവുകയും ചെയ്യുന്നുണ്ട്. ഹിന്ദിയിൽ ഇതിനെ കനേർ എന്നാണ് പറയുന്നത്. സംസ്കൃതത്തിൽ കരവീര, അശ്വമാരക, ഹായമാരക എന്നീ പേരിലും അറിയപ്പെടുന്നു. ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കായി തെറ്റിയോടൊപ്പം തുളസിയോടൊപ്പം വ്യാപകമായി അരളിപ്പൂ ഉപയോഗിച്ചു വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ വിഷാംശങ്ങൾ കണ്ടുകൊണ്ട് 10 വർഷത്തിനു മുമ്പേ തൃപ്രയാർ ക്ഷേത്രം അരളിപ്പൂ ഉപേക്ഷിച്ചതാണ്. എന്തു തന്നെയായാലും അരളിപ്പൂ ഉപേക്ഷിക്കേണ്ടതാണ്. അതുമാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള വൃക്ഷങ്ങളിലെ ചെടികളിലെ പൂക്കളും ഇലകളുമൊക്കെ നമ്മൾ ഒരു രസത്തിനു വേണ്ടി വായിലിട്ട് ചവയ്ക്കുകയോ അതിൻ്റെ നീരിറങ്ങുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മാരകമായ വിഷാംശത്തിന് തുല്യമായി വളരെ വലിയ അപകടം സംഭവിക്കാം. കരൾ, ശ്വാസകോശം, ഹൃദയം എന്നിവയിലെ അരളിപ്പൂക്കളുടെ വിഷാംശം ബാധിക്കുന്നതാണ്. രക്തം കട്ടപിടിക്കുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാകും. ഹൃദയത്തിൻ്റെ കോശങ്ങൾ തകരാറിലാവും. അമിതമായ രക്തസ്രാവം ഉണ്ടാകുകയും ഹൃദയസ്തംഭനം ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചെടികളെ നമ്മൾ ഓമനിച്ച് വളർത്തുമ്പോഴും അവയെ ഏത് ദേശത്ത് നിന്നുള്ളതാണെന്നോ അവയിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങൾ എന്താണെന്നോ നമുക്കറിയില്ല. അതുകൊണ്ട് നാം കൂടുതൽ ശ്രദ്ധാലുക്കളാകേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള ചെടികൾ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ.